വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങി സെൻട്രൽ സ്റ്റേഡിയം. ഒരു പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിലേറുന്ന ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷത്തോളം പേരെ പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കില്ല. നാളെ രാവിലെ 7 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും കനത്ത പോലീസ് പരിശോധനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ എത്താൻ കഴിയാത്തവർക്കായി മെഡിക്കൽ കോളേജ്, MLA ഹോസ്റ്റൽ ഉൾപ്പെടെ 6 ഇടങ്ങളിൽ വലിയ LED വാളുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ആഷിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷിൻ ഡിയാഗോ, തലസ്ഥാന നഗരം ഒരുങ്ങിയോ? 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഏതാനും കുറച്ച് പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാവിലെയോടുകൂടി തന്നെ അതും പൂർത്തിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് പൂർണ്ണമായി സജ്ജമായിരിക്കും സെൻട്രൽ സ്റ്റേഡിയം എന്നുള്ളതാണ്. വിവിധ നേതാക്കൾ ഇവിടെ എത്തി പരിശോധന നടത്തി. അതിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി. ദീപദാസ് മുൻഷിയും ഇവിടേക്ക് എത്തിയാണ് ഈ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി പോയത്. മാത്രമല്ല കനത്ത സുരക്ഷയിലായിരിക്കും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല 1 ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ TVK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടിയായ നടൻ വിജയ് ചടങ്ങിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിരുന്നെങ്കിലും തൽക്കാലം നാളെ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു ദിവസത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ളതാണ്. ഏതാണ്ട് 30,000 പേർക്ക് ഇരിക്കാനുള്ള സൌകര്യങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 2 വശങ്ങളിലായി LED സ്ക്രീനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നേരിട്ട് കാണാനുള്ള അവസരവുമുണ്ട്. മാത്രമല്ല ഇവിടെ എത്താൻ കഴിയാത്തവർക്ക് വേണ്ടി നഗരത്തിൽ 6 ഇടങ്ങളിലായി LED സ്ക്രീൻ പ്രദർശിപ്പിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. MLA ഹോസ്റ്റലിന് മുന്നിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും ഇത്തരത്തിൽ LED സ്ക്രീനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 4000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കനത്ത സുരക്ഷയിലാണ്. രാവിലെ 8 മണി മുതലായിരിക്കും ഇവിടെ ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. 9 മണിയോടുകൂടി ആളുകളെ പ്രവേശിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തായാലും നാളെ വലിയൊരു ദിനമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ സമ്പൂർണ്ണ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണമായിട്ടുമുണ്ട്. അരുൺ, താങ്ക് യു. ആഷിൻ ഡിയാഗോയാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്.